ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് ഞാനൊരു അരക്കപ്പ് പരിപ്പ് അരമണിക്കൂർ നേരം കുതിർത്തെടുത്തിട്ട് അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് നല്ലപോലെ നമുക്ക് വെന്ത് കിട്ടും. ഇനി നമുക്ക് സാമ്പാറിലേക്ക് ആവശ്യമുള്ള കഷ്ണങ്ങൾ നോക്കാം. ഞാനപ്പോൾ ഓൾറെഡി കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം കായ, ഒരു പൊട്ടറ്റോ, ഒരു ക്യാരറ്റ്, ഒരു അര കഷ്ണം കുമ്പളങ്ങ, ഇത്രയും സാധനങ്ങൾ ഞാൻ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 തക്കാളി, 2 വെണ്ടയ്ക്ക, ഒരു മുരിങ്ങാക്കോൽ ഇതും കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു ചെറിയ സവാള, ഒരു മീഡിയം സൈസ് സവാള, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇതും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പരിപ്പ് ഇതാ നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ പരിപ്പ് വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ കുക്കറിൽ തന്നെ നമുക്ക് നമ്മുടെ ബാക്കി കഷ്ണങ്ങളൊക്കെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കായ, പൊട്ടറ്റോ ആ ഒരു സെറ്റ് കഷ്ണങ്ങൾ ആഡ് ചെയ്തു. പിന്നെ നമ്മുടെ സവാള, പച്ചമുളകൊക്കെ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 സ്പൂൺ സാമ്പാർ പൊടി ഇത്ര ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അത്യാവശ്യത്തിന് വേവാൻ വേണ്ട വെള്ളം കൂടെ ചേർത്ത് നമുക്ക് കുക്കറൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഹൈ ഫ്ലെയിമിൽ തന്നെ ഞാൻ വീണ്ടും ഒരു 2 വിസിലും കൂടെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം നമുക്ക് വെന്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ബാക്കി കഷ്ണങ്ങളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തക്കാളി, പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക, മുരിങ്ങാക്കോൽ ഈ ഒരു കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഇതിനധികം സമയം വേണ്ട വെന്ത് കിട്ടാൻ, അതുകൊണ്ടാണ് നമ്മൾ അവസാനം ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് 2 സ്പൂൺ കായപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കാം. അതായത് വിസിൽ വരുത്താതെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഇത് വെച്ചിട്ട് മൂടി വെച്ചാൽ മതി, വിസിൽ വേണ്ട. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് വെള്ളം വറ്റുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇനി നമ്മുടെ അത്യാവശ്യം കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്നത് നമ്മുടെ പരിപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പരിപ്പ് ആഡ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ 2 സ്പൂൺ സാമ്പാർ പൊടി ഇട്ടിരുന്നു. ഇനി നമുക്ക് ഒരു സ്പൂൺ സാമ്പാർ പൊടിയും പിന്നെ നമുക്ക് ഒരു അര സ്പൂൺ മുളക് പൊടിയും കൂടെ നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അത്യാവശ്യം ഇനി ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ വാളംപുളി പിഴിഞ്ഞെടുത്ത വെള്ളം, വാളംപുളിയുടെ വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് പുളി നോക്കിയിട്ട് ആവശ്യത്തിന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സാമ്പാർ അത്യാവശ്യം കുറുകി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് കടുക് പൊട്ടിച്ച് കുറച്ച് ഉലുവ, ഒരു അല്പം അര സ്പൂൺ ഉലുവയും പിന്നെ നമ്മുടെ ചുമന്നുള്ളി ഒരു 5-8 ചുമന്നുള്ളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചുമന്നുള്ളിയും കൂടി ഒന്ന് വാട്ടിയെടുക്കണം നമുക്ക്. അപ്പോൾ ചുമന്നുള്ളി നല്ലപോലെ വാടി കിട്ടുന്ന സമയത്ത് നമുക്ക് 2 വറ്റൽമുളക്, 2 ചുമന്ന മുളക്, ഉണക്കമുളകും കൂടെ ഇതുപോലെ കീറിയിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ ഫൈനൽ ടച്ചായിട്ട് നമ്മുടെ ഒരു അര സ്പൂൺ സാമ്പാർ പൊടി കൂടെ നമ്മൾ ഈ സമയത്ത് ചേർത്തിട്ടുണ്ട്. ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നമ്മുടെ സാമ്പാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ സാമ്പാർ, ഈസി ആയിട്ടുള്ള നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ സാമ്പാർ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത ഓണം റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്